ഹലോ, ഗുഡ് മോർണിംഗ് ഗേസ്. അപ്പോൾ നമ്മളിന്ന് വർക്കിനിറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 10:23 അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേഴ്സണൽ ട്രിപ്പ് ഉണ്ട് ഇൻഫോ പാർക്കിലേക്ക്. അപ്പോൾ ആദ്യം അത് ക്ലോസ് ചെയ്യണം. നമ്മളെ ഇഞ്ചിൻ്റെ പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മിസ്സിംഗ് ആണ് വണ്ടി എടുക്കുമ്പോൾ. അങ്ങനെ നമ്മളെ പേഴ്സണൽ ട്രിപ്പ് കഴിഞ്ഞ് 10:50 ഇവിടെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്കായിരുന്നു. ഇനി നമുക്ക് കുറച്ച് പൈസ ഉണ്ട്, അത് അക്കൗണ്ടിൽ ഇടണം. നാളെ വണ്ടിൻ്റെ അടവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോട്ടുകളുള്ളതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒരു കൂട്ടി വെക്കണ പൈസയാണ്. അപ്പോൾ നാളെ വണ്ടിൻ്റെ അടവാണ്. ബാങ്ക് കയറ്റണം. ഇവിടെ ഒരു ബാങ്ക് ഉണ്ട്, അവിടെ ഒരു വണ്ടി ഇടാൻ പറ്റുമോ എന്ന് അറിയില്ല. വണ്ടി ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോയിട്ട് ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഇടാം. ബാങ്കിൽ ഇവിടെ ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഊബർ ഓണാക്കാം. ഈ വേഗനർ വണ്ടി ഓടിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഞാൻ നേരത്തെ കട്ടിത്തന്ന ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ. എനിക്കത് കുറച്ചായി തുടങ്ങിയിട്ട്, പക്ഷെ അത് എടുക്കട്ടൊന്ന് നിന്നതായിരുന്നു, ശരിയായതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എടുത്തപ്പോഴേ ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഇഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തും, അതുപോലെ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ഞാൻ പെട്രോളിലേക്ക് സ്വിച്ച് വെക്കാണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ CNGക്ക് മാറുമില്ല. അങ്ങനെ ഇങ്ങനെ നിൽക്കും. പിന്നെ അത് മാറണമെന്നുണ്ടെങ്കിൽ ചാവി ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കിയാൽ മതി. ആ കാര്യം ഞാൻ മറന്നു. പിന്നെ അങ്ങനെ കുറേ പോകുന്നതിന് ശേഷം പിന്നെ ഓർമ്മ കിട്ടിയപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഇന്നാള് കംപ്ലൈൻറ്റ് ഇങ്ങനെ ആയിട്ട് അജിത്തിന് ഇതേപോലെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ എന്തൊക്കെ ഇഞ്ചൻ വർക്കൊക്കെ ചെയ്തിട്ട് എത്ര 30,000 40,000 20,000 ആണ് എത്ര ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. തേവര അവിടെ നിന്നാണോ ഇൻഡസ്ന്ന് ചെയ്തിട്ട്. അപ്പോൾ എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതായിരുന്നു. പിന്നെ എൻ്റെ ഈ കംപ്ലൈൻറ്റ് പോയതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ശ്രദ്ധിച്ചില്ല. പിന്നെ അപ്പോൾ ഞാൻ എന്നിട്ട് വീണ്ടും കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മരടിൽ മൈജോ മോട്ടോഴ്സിലേക്ക്. അപ്പോൾ ഇങ്ങോട്ട് കയറ്റാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ തന്നെ അവിടെയാണ്, ഉള്ളിലേക്ക് കയറ്റില്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞത് ബാങ്കിലേക്കാണ് പറഞ്ഞത്. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനാണ് പറഞ്ഞപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ ഒരു ഏരിയ വന്നിട്ടുണ്ട് ഫെഡറൽ ബാങ്കിലേക്ക്. അപ്പോൾ ഏതായാലും പോയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു കേട്ടോ. 8,500 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്ത്. ഇത് നമ്മൾ ലുലു സൈബർ. അങ്ങനെ നമ്മൾ ക്യാഷ് കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊബർ ഓണാക്കാം. സമയം 11:18 ആയിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ ഓണാക്കുക. ഊബർ ഓൺ ചലോ. ഊബർ ഓണാക്കുക. 0 ഏർണിങ്സ് ആട്ടെന്ന്. റാപ്പിഡ് ഓണാക്കുക. യാത്രിമ്പാട് ഓണാക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് നേരെ ആംബിയൻസിൻ്റെ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാം. നല്ല മഴ ഉണ്ടായിരുന്നു നേരത്തെ. മഴയൊക്കെ ചോർന്നു. നമ്മൾ ലുലു സൈബർ ടവറിലാണ് ഫെഡറൽ ബാങ്ക് ഉള്ളത്. അവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം നാളെ നല്ല സർജ് ഉണ്ടല്ലോ. ആദ്യമായിട്ടാണ് ഞാൻ റാപ്പിഡോയിൽ സർജ് കാണുന്നത്. റാപ്പിഡോയിൽ സർജ് നമ്മൾ നിൽക്കുന്ന അവിടെയാണ് 1.15. അപ്പം എനിക്കൊന്ന് എന്താ സർജ് ഫെയർ ഏരിയ. ഓക്കെ, ഇവിടെ തന്നെയാണ് സർജ്. ട്രിപ്പ് അടിക്കട്ടെ നമുക്ക്. ഏതായാലും ഇവിടുന്ന് വണ്ടി സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞിട്ട് മാറ്റണോ അല്ലാണ്ട് മാറ്റണോ എന്ന് ആലോചിക്കുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ സർജല്ലേ, എടുത്ത് പോവാഞ്ഞിപ്പോൾ ആൾക്കൊരു ബുദ്ധിമുട്ടാണ്ട. പിന്നെ ഇതിൽ ടുഡേ ഏർണിങ്സിൽ 790 രൂപ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഓടിയതാണ്. 12 മണിക്ക് ശേഷം ഓടിയോണ്ടാണ് ഇതിങ്ങനെ ടുഡേ ഏർണിങ് കിടക്കണേ. അപ്പോൾ അത് നമ്മൾ കണക്ക് കൂട്ടണ്ട. പിന്നെ നമ്മൾ വണ്ടിൻ്റെ വാണിംഗ് ലൈറ്റ് പറഞ്ഞത് അത് ഞാൻ നാളെ മൈജോ മോട്ടോഴ്സിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്താ കംപ്ലൈൻറ്റ് ഇങ്ങനെ ഉണ്ട്, വീഡിയോ ഒക്കെ കാട്ടി കൊടുത്തു. ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു 2-3 മണിക്കൂർ ഓട്ടമൊക്കെ നടന്നില്ല. എന്നിട്ട് വണ്ടി കിട്ടിയപ്പോൾ ഉണ്ട് ഒരു ബില്ലും ഉണ്ട് 800 രൂപ. നമ്മൾ വണ്ടി ശരിയായി വെച്ചു. അത് കംപ്ലൈൻറ്റ് കണ്ടെത്താൻ പറ്റിയില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് പിന്നെ ബില്ല് വെച്ചു. അത് ഞങ്ങൾ നോക്കിനാണ് പറഞ്ഞു. 800 രൂപ അങ്ങനെ നോക്കിന് പോയി. അതാണ് എനിക്ക് ഇത് കംപ്ലൈൻറ്റ് കറക്റ്റ് ഇത് പെർമനൻ്റ് ആവാണ്ട് കൊണ്ടുപോകാനൊരു പേടി. കാരണം കൊണ്ടുപോകണതിനൊക്കെ പൈസയാണ്. പിന്നെ ആളിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു കംപ്ലൈൻറ്റ് കണ്ടിട്ടുമില്ല ഒന്നുമില്ല. പിന്നെ നിങ്ങൾ പൈസ എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ആൾ പറഞ്ഞു ഇനി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കൊടുത്തു ഞങ്ങൾക്ക് ഫ്രീ ആക്കല്ലേ, ബില്ലാട്ടി കൊടുത്താൽ മതി പറഞ്ഞു. അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് വാങ്ങി വെച്ചിരിക്കുക. ഇതെന്ത് ഈ കംപ്ലൈൻറ്റ് ചോദിച്ചാൽ നമ്മൾ മരട് അവിടേക്ക് എത്തുമ്പോഴത്തേന് ഈ കംപ്ലൈൻറ്റ് ചിലപ്പോൾ പോകും. അപ്പോൾ നമ്മൾ അത്രയും ഊബർ ഓഫ് ചെയ്ത് പോയത് നമുക്ക് നഷ്ടമാവും. അതാണ് ഒരു പ്രശ്നം. പിന്നീട് വല്ലാണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴും വീണ്ടും വന്നിട്ടുണ്ട് അത്. അപ്പോൾ അത് ജസ്റ്റ് ഓഫ് ചെയ്ത് ഓണാക്കുമ്പോൾ റെഡി ആവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് ശ്രദ്ധിക്കണില്ല. ഇനി സർവീസിന് കൊണ്ടുപോകുമ്പോൾ മരടിൽ എവിടെയെങ്കിലും സർവീസ് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കാട്ടി കൊടുക്കണം, പറയണം. ഏതായാലും നമുക്ക് ഊബർ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടെ പോവാം, ആംബിയൻസിൻ്റെ അവിടെ പോവാം. ട്രിപ്പ് അടിക്കണമെന്നില്ല, വെറും സർജ് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, ഈ ഫെഡറൽ ബാങ്ക് ഉണ്ടല്ലോ ഇൻഫോ പാർക്കിനകത്തുള്ളത്, അത് നമ്മളെ പഴയൊരു കച്ചിത്തുരുമ്പായിരുന്നു. എന്താ വെച്ചാൽ ഈ ടാഗ് ഇല്ലാണ്ട് ഇതിനുള്ളിലേക്ക് അവർ കയറ്റി വിടൂല. അപ്പം ഞാൻ ആകെ പറഞ്ഞു കഴിഞ്ഞത് അതാ. ഞാൻ ഇടയ്ക്കിട്ട് എപ്പോഴും ഈ ഫെഡറൽ ബാങ്കിൻ്റെ കാര്യം കണ്ടു. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ അക്കൗണ്ടിലേക്ക് എന്തോ പൈസ വരുന്നില്ല പറഞ്ഞപ്പോൾ നമ്മളറിയുന്ന ഒരാൾ ഇപ്പോൾ കൊണ്ടുവിട്ട പേഴ്സണൽ ട്രിപ്പിൻ്റെ ആളെ അപ്പോൾ ആ ആളുമായിട്ട് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് അവരുടെ ബ്രാഞ്ച്. കാരണം അവരുടെ സാലറി ഒക്കെ വരുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഇൻഫോ പാർക്കിൻ്റെ തന്നെ അടുത്തുള്ള ബ്രാഞ്ചിലാണ്.
അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് അവിടെ അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട്. ബാങ്ക് പിന്നെ പബ്ലിക് ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ സെക്യൂരിറ്റിക്കാരന്മാരോട് ചോദിക്കുമ്പോൾ ബാങ്ക് കാണാറ്. അങ്ങനെ കുറേ കയറിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ കയറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇൻഫോ പാർക്കിൻ്റെ ഗേറ്റ് കയറുന്നതിന് മുമ്പായിട്ട് നല്ല അടിപൊളി ഒരു ഇന്റർലോക്ക് ഇട്ട റോഡുണ്ട്. നേരെ കരിമുകൾ ആ പാലത്തിൻ്റെ ഇൻഫോ പാർക്ക് ഫേസ് 2 പാലത്തിൻ്റെ അവിടെ കയറുന്ന റോഡ്. ഇതിലും പോവായിരുന്നു, പക്ഷെ ഇതിലെ കുറച്ച് ചുറ്റാണ്. ആ റോഡ് ആദ്യം കംപ്ലൈന്റ് ആയപ്പോൾ ഇതിലാണ് ആൾക്കാർ പോയിരുന്നത്. അപ്പോൾ ഇതിലെ കുറേ വളഞ്ഞു തിരിഞ്ഞ് പോകണം. പക്ഷെ ഇപ്പം മറ്റേ റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. വല്ലാണ്ട് ടാക്സികൾ അവിടെ കാണുന്നില്ല പഴയ പോലെ. ചിലപ്പോൾ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ശരിയാക്കിയത്. അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. ഇന്റർലോക്ക് ഇട്ട് സെറ്റപ്പ്, വലിയ വീതിയിൽ നല്ല അടിപൊളി റോഡ്. അപ്പം ഇനി ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ കൂടി കയറേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആംബിയൻസ് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഊബർ റാപ്പിഡൊക്കെ ഓണാണ്. ട്രിപ്പ് അടിച്ച് നമ്മളെടുത്ത് പോകും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചന്ദ്രേഷാണ്. ഗാലക്സി ഗ്രീൻസ് എന്നാണ് പിക്കപ്പ്. തൃപ്പൂണിത്തറക്ക് 160 രൂപയുടെ ട്രിപ്പാണ്. നേരത്തെ ആംബിയൻസിൽ ഇരുന്നപ്പോഴേ ചായ അടിച്ചപ്പോൾ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു. ഇത് 350 മീറ്റർ ഉള്ളൂ. ഇത് എക്സ്പ്രസ് വേ ആണോ? ഓക്കെ, എക്സ്പ്രസ് വേ കവർ ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് പോകണം. റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു. അത് എടുക്കുന്നതിന് മുമ്പ് തന്നെ പോയി. 200 എത്ര ഉണ്ടായിരുന്നു. സർജ് ടിപ്പ് അടക്കമുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. അത് കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ചന്ദ്രേഷിനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. സെക്യൂരിറ്റിക്കാരൻ വരുന്നുണ്ട്. തിരിച്ചിട്ടോ? ആ ഓക്കെ. അവിടെ കാറിൻ്റെ അടുത്ത് ഗ്യാപ്പിൽ അതാ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് തോപ്പുംപടിയിലേക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു 300 രൂപയുടെ. അത് കഴിഞ്ഞ് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റിലേക്ക് ട്രിപ്പ് അടിച്ച് അത് ഞാൻ പിക്ക് ചെയ്തതിനു ശേഷം ആള് ലൊക്കേഷൻ മാറ്റി കടവന്ത്രയിലേക്കാക്കി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു കടവന്ത്രക്ക് ആക്കട്ടെ വെച്ചു. ആ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മാറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു വീണ്ടും മാറ്റി വെച്ചു. അല്ല, ഒരു സ്റ്റോപ്പ് ആഡ് ചെയ്തിരിക്കണാണ്. അപ്പോൾ രണ്ടാമത് ആഡ് ചെയ്ത സ്റ്റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളതൊന്ന് മാറി. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോൾ രണ്ടാമത് സ്റ്റോപ്പാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ റോങ് ലൊക്കേഷൻ ആയിട്ട് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ട ലൊക്കേഷൻ അങ്ങോട്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഒന്ന് മാറ്റി വെച്ചു. റേറ്റ് കുറഞ്ഞിക്കായിരുന്നു. അപ്പോൾ ആൾ എൻ്റെ കയ്യിൽ ഫോണ് തന്നാണ്ട് പോയി. ഇവിടുന്ന് ആരോ പിക്ക് ചെയ്യാണ്ട്, കടവന്ത്രയാണിത്. അപ്പോൾ ആരോ പിക്ക് ചെയ്യണ്ട. അപ്പോൾ എന്നോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 189 എത്ര ആയിരുന്നു നമുക്ക് കിട്ടുന്ന ക്യാഷ് കാണിച്ചിന്. ഇപ്പോൾ 269 ആയിട്ടുണ്ട് ഇതിൽ. ഫസ്റ്റ് കടവന്ത്ര, പിന്നെ ബോട്ട് ചട്ടി. ഇതിൽ ആദ്യം ബോട്ട് ചട്ടി ഇട്ടു, പിന്നെയാണ് കടവന്ത്ര ഇട്ട്. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് പോകേണ്ടി വരും. ആദ്യം ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി ഇത് ഡ്രോപ്പ് ചെയ്യട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രിപ്പിൻ്റെ അവിടുന്ന് ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടി, ഒരു ഓട്ടോറിക്ഷക്ക്. അത് ഞാൻ കാട്ടിത്തരാം. ആൾ വരുന്നുണ്ട്. ആ വൈറ്റാണ് നമ്മളെ കസ്റ്റമർ. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ 50 മീറ്റർ മുമ്പ് നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു. റാപ്പിഡോയിൽ 244 രൂപയുടെ ഏകദേശം ഒരു പെരുമ്പടപ്പ് ഭാഗത്തേക്ക് കണ്ണങ്കാട്ട് പാലം വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ റാപ്പിഡോയിൽ ഇപ്പോൾ ഊബറിൽ 415 രൂപ ആയിട്ടുണ്ട് 2 ട്രിപ്പ്. റാപ്പിഡോയിൽ അതേപോലെ 1000 രൂപ ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഇന്നലത്തെ 790 ഉണ്ട്. നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. റീചാർജ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ചെയ്യാൻ. ഊബർ ഞാൻ ഈ ട്രിപ്പ് കിട്ടിയപ്പോൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഊണുണ്ട് ഇവിടെ. അത് ഒരു വീട്ടിലെ ഊണാണ്. ഞാൻ പണ്ടൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഒരു വട്ടം കഴിച്ചിട്ട് പിന്നെ മരടിലൊക്കെ ആണെങ്കിലും ഇവിടെ തേടി പിടിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ ട്രിപ്പ് കുറവാണ്. അതുകൊണ്ട് പിന്നെ ആ ഭാഗമാണ് മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ആ ഒരു സ്ഥലം. സമയം 2:37 ആയിട്ടുണ്ട്. ഫുഡ് അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അതൊരു 100 രൂപയുടെ ഒക്കെ ഒരു ഊണാണ്. അടിപൊളി ഊണാണ്. ഒരു കോംബോ ആയിട്ടാണ് കിട്ടുക. നമുക്കവിടെ പോയിട്ട് ഇങ്ങനെ ഇന്ന മീൻ ചൂസ് ചെയ്യലൊന്നും ഇല്ല തോന്നുന്നു. അവിടെ പോയി ഇരുന്നാൽ ഒരു പ്ലേറ്റ് ചോറും വരും. അതിക്ക് എന്തോ ഒരു കഷ്ണം മീനും പിന്നെ വേറെ എന്തൊക്കെ കക്ക അങ്ങനെ എന്തൊക്കെ ഒരു സാധനങ്ങളായിട്ട് വരും. ഇതാ അവിടെ ചെന്നോട്ടെ ഫുഡ് ഉണ്ടോ നോക്കട്ടെ. പിന്നെ നമ്മളെ മറ്റേ ട്രിപ്പിൻ്റെ കസ്റ്റമർ ഉണ്ടല്ലോ, ആ കോൺട്രാക്ടർ നമ്മൾ ട്രിപ്പ് ചേഞ്ച് ചെയ്തത്, ആ ആൾക്ക് ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ കറക്റ്റാണ് ഹുണ്ടായിയുടെ ആൾക്ക്. ആ വണ്ടി നമുക്ക് ഡ്രൈവർ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ആരെങ്കിലും ഡ്രൈവർ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ ആളെ നമ്പർ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് സംസാരിച്ചോളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, കാരണം എത്ര സാലറി, റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് അത് ആദ്യം ആൾ വരട്ടെ, ആൾ വന്നിട്ട് നമുക്ക് ആളോട് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിവിടെ താഴെ എന്തായാലും നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആർക്കെങ്കിലും വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിച്ചോളൂ. നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സൈറ്റ്.
ഇത് നമ്മൾ കണ്ണങ്കാട്ട് പാലം കയറിയിട്ട് കുറച്ചാണ് പോരുമ്പോൾ നമ്മൾ പെരുമ്പടപ്പ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു നോ എൻട്രി ബോർഡ് ഉണ്ട്. അപ്പോൾ നോ എൻട്രിയിൽ കയറാണ്ട് കൂടുതൽ വണ്ടികൾ നോ എൻട്രിയിൽ കയറി പോവാറാണ്. കാരണം അത് പീക്ക് ടൈം അല്ലാത്ത സമയങ്ങളിലേക്ക് ആൾക്കാർ കയറി പോകും. അപ്പോൾ അതല്ലാണ്ട് മറ്റൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഒരു 100 മീറ്റർ പോരുമ്പോൾ അവിടെ ബോർഡ് കാണാം, ബോസേട്ടന് അങ്ങനെ എന്തോ ഒരു പേര്, ബോസേട്ടൻ്റെ ഊണ്. അപ്പോൾ ഏതായാലും മഴ പെയ്തു, കുട എടുത്തിട്ട് പോവാം. നമ്മളെ വണ്ടി ചെറുതായിട്ട് ആ ഫ്ലാറ്റിൽ നിന്നൊന്ന് തട്ടിനു ഓട്ടോറിക്ഷ. അപ്പോൾ വലിയ പരിക്കൊന്നുമില്ല, ജസ്റ്റ് ആ ഓട്ടോറിക്ഷൻ്റെ ഒരു കളറായിട്ടുള്ളൂ. ഇത് ആണെങ്കിൽ നമുക്കൊന്ന് എവിടെയും തെളിങ്ങിയിട്ടൊന്നുമില്ല. ഈ വര ഓൾറെഡി ആദ്യം ഉള്ളതാണ്, ഈ ഒരു കളറാണ്. പിന്നെ ഇതും ഓൾറെഡി ഉള്ളതാണ്. ഞാൻ എന്തായാലും പൊട്ടിയിട്ടുണ്ടാവുന്ന ചോദിച്ചാൽ അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, കളറായിട്ടുള്ളൂ, ഓട്ടോറിക്ഷൻ്റെ കളറായിട്ടുള്ളൂ. അത് നമുക്കൊന്ന് വരുത്തിയാൽ പോകും. അപ്പോൾ ഏതായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. കക്കറച്ചി, ഒരു മീൻ ഫ്രൈ, മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ 2 തോരനും, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് 100 രൂപ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡാണ്. അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഊബർ ഓൺ ആക്കി നോക്കാം. സമയം ഇപ്പോൾ 3:05 ആയിട്ടുണ്ട് കേട്ടോ. ഊബറിൽ ഇപ്പോൾ 415 രൂപക്കാണ് ഓടിയത്. റാപ്പിഡോ റീചാർജ് ചെയ്യാം നമുക്ക്, അപ്ഡേറ്റും ചെയ്യാണ്ട് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അത് അപ്ഡേറ്റ് ആയി ആയിക്കോളും. ഇതെന്താ, നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റബേക്ക എയർപോർട്ടിലേക്കാണ്. 798 രൂപയുടെ ട്രിപ്പാട്ടോ. ലോങ് ട്രിപ്പാണ് കണ്ടത്. ലോങ് ട്രിപ്പ് പറഞ്ഞാൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടാവും, അതായിരിക്കും. കുഴപ്പമില്ല, 798 രൂപയുടെ ഒരു ട്രിപ്പാണ്. പിന്നെ അതുപോലെ എയർപോർട്ടിലാകുമ്പോൾ നമുക്ക് എന്തോ ഉപകാരം ചോദിച്ചാൽ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് പിക്കപ്പ് കിട്ടും. ഓ മൈ ഗോഡ്, സൗണ്ട് കേട്ടോ നിങ്ങൾ, എന്താണ് ആ സൗണ്ട്? അപ്പോൾ ഇനി ബേക്കിൽ തന്നെ കയറിയിരിക്കാം. നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഇൻഫോ പാർക്ക് ഫേസ് 2ക്കാണ്. ഇതും ലോങ് ട്രിപ്പാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. എന്തായാലും 3:46 നേരത്തെ ട്രിപ്പ് അടിച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ടാവും. ഇത് എത്ര കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് നോക്കട്ടെ. 1 കിലോമീറ്റർ പിക്കപ്പ്. ഇവിടുന്ന് പോയിട്ട് നമ്മളെ പെരുമ്പടപ്പ് മെയിൻ റോഡിൻ്റെ അവിടെയാണ്. അപ്പോൾ ആളെ പോയി പിക്കട്ടെ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴക്കാറ് പിടിച്ചിട്ടുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് ആ ട്രിപ്പ് ഏകദേശം ഒരു 4 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു പിക്കപ്പ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. തെങ്ങോടിലേക്കാണ് 160 രൂപയുടെ ഒരു ട്രിപ്പ്. അതെന്താ വെച്ചാൽ ഇവിടെ വല്ലാണ്ട് വണ്ടികൾ കിട്ടാറില്ല ഊബർ. പിന്നെ ഞാൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത് ഡ്രോപ്പ് ചെയ്യാൻ, അതുകൊണ്ട് ഊബർ എനിക്ക് തന്നെ ആ ട്രിപ്പ് തന്ന്. പിന്നെ 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ആളിമ്പാടെ ഒന്ന് പിക്ക് ചെയ്യട്ടെ, തെങ്ങോടിലേക്കാണ്. ആളെ നമ്മൾ പിക്ക് ചെയ്ത് ഇൻഫോ പാർക്കിൻ്റെ ഗേറ്റ് കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു. ഇവരെ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഏകദേശം അടുത്തുനിന്ന് വീണ്ടും 2-3 കിലോമീറ്റർ, അതിനും 160 രൂപ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പ് കുറച്ച് മുമ്പ് അത് ക്യാൻസലായി പോയി. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത് പിന്നെ 2.9 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് ഇൻഫോ പാർക്കിൻ്റെ അകത്തു നിന്നാണ് ഫേസ് 1. ഇത് ഇടച്ചിറക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ആളെ പിക്ക് ചെയ്യട്ടെ. അത് 7-8 കിലോമീറ്റർ ഉണ്ട് ഡ്രോപ്പിന്. 215 രൂപ എന്തോ ഉണ്ട് ഫെയർ. ആനന്ദ്. അപ്പോൾ ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ഇന്ന് മഴ കുറേ പെയ്യും, കുറേ നിൽക്കും, നല്ല വെയിൽ വരും, പിന്നെയും മഴ, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇന്ന്. ഇപ്പോഴത്തെ മഴക്കാർ മൂടി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മഴ ഇപ്പോൾ പൊട്ടും. ഈ പീക്ക് ടൈമിൽ നമുക്ക് റാപ്പിഡോ യാത്രയൊക്കെയാണ് വേണ്ടത്. പക്ഷേങ്കിൽ റാപ്പിഡോയിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ റീചാർജ് ചെയ്യാനൊരു ഓപ്ഷന് വരുന്നില്ല. അതിൽ എക്സ്പയർഡ് ആയിക്കണമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഫ്രീ ആവണം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ യാത്ര ഓണാക്കണം. ഇനിയിപ്പോൾ ഈ ട്രിപ്പും കൂടെ കഴിഞ്ഞ് നമുക്ക് ഏത് കുതാമുക്കാൻ നോക്കട്ടെ ഈ സാധനം. അല്ല ജംഗ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് യാത്ര ഓണാക്കില്ല, എന്നുണ്ടെങ്കിൽ വരെ കാട്ടുമുക്കിലാണെന്നുണ്ടെങ്കിൽ ഊബറും പാടെ ഓണാക്കേണ്ടി വരില്ല, അതെങ്കിൽ ഈ ട്രിപ്പ് അടിയില്ല. അപ്പോൾ ഇതെടുക്കാൻ നോക്കട്ടെ, ഡ്രോപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യണം. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. അത് ഇൻഫോ പാർക്കിൽ നിന്നായിരുന്നു. ഒരു 4 പേര്, 3 ലേഡിയും 1 ചെക്കനും. അപ്പോൾ ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഊബറിൽ, മറ്റേ 5:25 മറ്റേ ട്രെയിൻ ഉണ്ട്, വേഗം വരാൻ പറഞ്ഞാണ്ട്. അപ്പോൾ ഞാൻ അവർ കയറിയപ്പോൾ പറഞ്ഞു 5:25 അവിടെ എത്തി വെച്ചു, നല്ല ബ്ലോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ബേക്കിലുള്ളൊരു പെണ്ണ് പറഞ്ഞ് ചേട്ടൻ്റെ സ്കില്ലൊക്കെ ഉപയോഗിച്ചാണ്ട് ഞങ്ങൾ എത്തിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്കില്ല് ഞാൻ ഉപയോഗിക്കൂല, എനിക്ക് നാളെയും പണിക്കോണം എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഒരു പഞ്ച് ഡയലോഗ് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ചിരിച്ചിരിക്കുന്നുണ്ട് അതിനോട്. പിന്നെ അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് എത്തുന്നതിന് മുമ്പ് നമ്മൾ CNG റിസർവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫുൾ ടാങ്ക് CNG അടിച്ചു ഇവിടെ കരിങ്ങാച്ചിറന്ന്. കഴിഞ്ഞ CNGയിൽ നമ്മൾ 195 കിലോമീറ്റർ ഓടി. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിച്ചേ, മറ്റേ ഇവിടുന്ന് തന്നെ അടിച്ചത്, കരിങ്ങാച്ചിറന്ന് തന്നെ അടിച്ചത്. നല്ല CNG ആയിരുന്നു, അടിപൊളി പ്രഷർ കിട്ടി. അപ്പോൾ ഇതും ഫുൾ ടാങ്ക് അടിച്ചു. 600 അപ്പോൾ ഇത് ട്രിപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ, 0 ട്രിപ്പ് ഉണ്ട്. 692 രൂപക്കാണ് ഈ CNG അടിച്ചത് ഇന്ന്.
അപ്പം ഇനി ഇത് നമുക്ക് എത്ര കിലോമീറ്റർ ഇട്ട് നോക്കി നോക്കാം നാളെ. 2 കട്ട പെട്രോൾ ഉണ്ട് നമ്മളത്, പിന്നെ 10 കട്ട CNG. യാ മോനെ. അപ്പം ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഞാൻ ടീ ബ്രേക്കിൽ ടച്ചിക്കാണ്. ഓക്കെ, അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. റാപ്പിഡ് നമ്മളത് ഓപ്പൺ ആവണില്ല കേട്ടോ. റീചാർജ് നൗ എന്ന് പറഞ്ഞേക്കണ്. പക്ഷേ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 69 പേയ്മെൻറ്റ് 81. നേരത്തെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. റീചാർജ് എക്സ്പയർഡ് ആയെന്ന് മാത്രമേ കാണിക്കണ്ടായിരുന്നുള്ളൂ. ട്രിപ്പ് അടിക്കുന്നത് കണ്ടോ, 9 കിലോമീറ്റർ പിക്കപ്പ്, 4 കിലോമീറ്റർ ഡ്രോപ്പ്. അപ്പോൾ ഊബർ ഓഫ്ലൈൻ അത് വേണ്ട, ഊബർ ഓൺലി എയർപോർട്ട് ഇടാം. എയർപോർട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അയ്യോ, വീണ്ടും 7.8 കിലോമീറ്റർ പിക്കപ്പ്, 2.9 കിലോമീറ്റർ ഡ്രോപ്പ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് റേറ്റ് പോയോ? അല്ലല്ല, ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടതാ. സീന് ട്രിപ്പായിട്ട് വന്നിക്ക. 9 കിലോമീറ്റർ പിക്കപ്പ്. ഈ അക്സെപ്റ്റ് റേറ്റ് പോവാനായിട്ട് വിളിച്ച് പറയട്ടെ, ക്യാൻസൽ ചെയ്യാൻ. നടക്കൂല. 9 കിലോമീറ്റർ പിക്കപ്പ്, 4 കിലോമീറ്റർ എടച്ചിറക്ക്. ഊബർ ഓഫ്ലൈൻ ആക്കാം. ഊബർ നടക്കൂല. ഊബർ വിളിച്ച് പറയട്ടെ. ഹലോ, ട്രിപ്പ് പിക്കപ്പ് കുറെ ഉണ്ടോ? ഒന്ന് ക്യാൻസൽ ചെയ്ത് ബുക്ക് ചെയ്യോ? ഓക്കെ. ഐ മീൻ തൃപ്പൂണിത്തറ ജാഥ പിക്കപ്പ്. ഹലോ, ഇതിന്റെ ട്രിപ്പ് ഞാൻ തൃപ്പൂണിത്തറയിലാണ് ഉള്ളത്. അപ്പൊ 9.3 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. ഒന്ന് ക്യാൻസൽ ചെയ്ത് വേറെ ബുക്ക് ചെയ്യോ? ഓക്കെ. അപ്പൊ അതൊക്കെ ആദ്യം അതൊരു തമിയൻ എന്തോ എടുത്ത് അത് ക്യാൻസൽ ചെയ്യട്ടെ. ഊബർ ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. ഇവിടെ നടക്കൂല. പീക്ക് ടൈം ആയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവും. പിക്കപ്പ് പോയിന്റ് കൂടും, ഡ്രോപ്പ് കുറയും. പിക്കപ്പ് പോയിന്റിൽ 9 കിലോമീറ്റർ, ഡ്രോപ്പ് മറ്റേ ഇവിടെ എടച്ചിറ 4 കിലോമീറ്റർ. ആള് പറയുന്നുണ്ട് ഇൻഫോ പാർക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്മാർട്ട് സിറ്റി ആണ് പറയുന്നത്. അവിടുന്ന് എടച്ചിറക്ക് ഒരു 3 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അല്ല, 1 കിലോമീറ്റർ ഉള്ളൂ. എടച്ചിറന്റെ ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ആയിരിക്കും. ഓക്കെ, അത് ക്യാൻസൽ ആയിട്ടുണ്ട്. നമ്മൾ ഊബർ ഓൾറെഡി ഓഫ്ലൈൻ ആക്കി വെച്ചോണ്ട് ഇനി ട്രിപ്പ് അടിക്കൂല. ചിലപ്പോൾ അത് ക്യാൻസൽ ആയി ഉടനെ സ്പോട്ടിൽ ട്രിപ്പ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓഫ്ലൈൻ ആക്കി വെച്ചത്. വീണ്ടും അക്സെപ്റ്റ് റേറ്റ് പോകും. അപ്പോൾ ഇവിടെ സർജ് കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും ഇൻഫോ പാർക്ക് ആയിരിക്കും. ഇത് ഇൻഫോ പാർക്കിൻ്റെ അവിടെ സർജ് ആയിരിക്കും. അതാണ് ഇങ്ങനെ ട്രിപ്പ് വരുന്നത് അവിടുന്ന്. അതെ. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ചെമ്പമുക്കിലേക്കാണ്. 240 രൂപയുടെ. ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടായിരുന്നു. ഇപ്പം ഓൺ ആക്കിയിട്ടുള്ളൂ. 1 മിനിറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് ട്രിപ്പ് അടിച്ചു. എന്താ സംഭവം അറിയില്ല. ബ്ലോക്ക് 40 മിനിറ്റ് ആണ് കണ്ടത്, അവിടെ എത്താനുള്ള സമയം കണ്ടത്. എന്താണെന്ന് അറിയില്ല. നമുക്ക് ചെന്ന് നോക്കാം എന്തായാലും. ഇപ്പൊ ഇവിടെ പിക്കാനായിട്ട് ബ്ലോക്ക് ഒന്നും കാണിക്കുന്നില്ല. 1.2 കിലോമീറ്റർ 3 മിനിറ്റ് ആണ്. ഏതായാലും ആളുടെ ചെന്ന് നോക്കട്ടെ. നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഈ ഒരു ട്രിപ്പ് കണ്ടോ, യാത്രയുടെ ട്രിപ്പ് 258 രൂപ, 0.59 കിലോമീറ്റർ പിക്കപ്പും 11 കിലോമീറ്റർ ഡ്രോപ്പ്. ചിലവിനവർക്കാണ് ഇത്. എനിക്ക് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു 3 കിലോമീറ്റർ മുമ്പേ അടിയിൽ തുടങ്ങിക്കുന്നു ഈ ട്രിപ്പ്. പിന്നെ 3 വട്ടം ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ടും അത് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കലൂരിലേക്കാണ്. 200 രൂപയുടെ ഒരു ട്രിപ്പാണിത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കട്ടെ. നമ്മളിത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് വന്നിട്ടുണ്ട്. 200 മീറ്റർ അപ്പുറത്താണ്. പിന്നെ ഇല്ല, ഊബറിലൊരു ട്രിപ്പ് വന്ന് ആ ട്രിപ്പ് നമ്മൾ എടുത്ത്. പിന്നീട് അതിന് ശേഷമാണ് യാത്രയിൽ ഈ ട്രിപ്പ് ഇപ്പോൾ വന്ന ട്രിപ്പ് ഇപ്പം അടിച്ചതല്ലാണ്ട് 3 വട്ടം വന്നു. പിന്നെ ഞാൻ അത് ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു 150 രൂപയുടെ ട്രിപ്പും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു ഊബറിൽ ട്രിപ്പ് അക്സെപ്റ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ ആളെ പിക്കാൻ പോട്ടെ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മളെ CNG വെറുതെ പോകാമെന്നല്ലാണ്ട് 30 കിലോമീറ്റർ ഓടി 3 വട്ടം CNG പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓടിയത് 1691 രൂപയാണ് ഊബറിൽ ഓടിയത്. റാപ്പിഡോയിൽ നമ്മൾ ഇന്നത്തെ ഏണിങ്സ് ലാസ്റ്റ് 2 ഓർഡർ ഉള്ളൂ റാപ്പിഡോയിൽ ഇന്ന് ഓടിയിട്ടുള്ളൂ. ബാക്കി ഇന്നലെ രാത്രി ഓടിയതാണ്. 1:37 AM. അത് കൂട്ടണ്ട. 313 244 313 പ്ലസ് 244 557 പ്ലസ് ഊബറത്തെ ഫെയർ എത്ര? 1691 2248 കേട്ടോ. നമ്മളപ്പോൾ നിർത്തി. ഇന്ന് ഉച്ചക്കല്ല ഇറങ്ങിയത്. ഉച്ചക്ക് ഇറങ്ങി നമ്മളൊരു സമയം 9 മണി ആയിട്ടുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട്. കുറേ സമയം ഓരോ ട്രിപ്പ് തന്നെ നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് അറിയോ? ഈ ഒരു ട്രിപ്പിന് വല്ലാണ്ട് 37 മിനിറ്റ് എടുത്തിട്ടുണ്ട്. മറ്റേത് 29 മിനിറ്റും. അതിൻ്റെ മുമ്പ് 35 മിനിറ്റ്.
നല്ല സമയം എടുക്കുന്നുണ്ട്, നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓടിയത് കിലോമീറ്റർ 122 കിലോമീറ്ററാണ് ഇന്ന് ഓടിയത്. 122 കിലോമീറ്റർ ഓടി, അതിൽ 2200 റുപ്യ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നാളെ കാണാം.